ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ടോപ്പിക് വൈസ് വീഡിയോസിൻ്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് കെമിസ്ട്രിയിൽ നിന്നും ഒരു പ്രധാനപ്പെട്ട ടോപ്പിക്കായിട്ടുള്ള ബ്ലോക്ക് വർഗീകരണത്തെക്കുറിച്ച് ആണ്. ആദ്യം തന്നെ എസ് ബ്ലോക്ക് മൂലകത്തിനെക്കുറിച്ച് നോക്കാം. പീരിയോഡിക് ടേബിളിലെ 1ഉം 2ഉം ഗ്രൂപ്പ് മൂലകങ്ങളെയാണ് എസ് ബ്ലോക്ക് മൂലകം എന്ന് വിളിക്കുന്നത്. എസ് ബ്ലോക്ക് മൂലകങ്ങളുടെ ബാഹ്യ എസ് സബ്സെല്ലിലെ ഇലക്ട്രോണുകളുടെ എണ്ണമായിരിക്കും ഗ്രൂപ്പ് നമ്പർ എന്ന് പറയുന്നത്. നമുക്ക് ഓരോ മൂലകവും അതിന് ഉദാഹരണം വെച്ച് നോക്കിയാലോ. ലിഥിയത്തിന് സബ്സെൽ ഇലക്ട്രോൺ വിന്യാസം 1s2 2s1. അവസാനത്തെ എസ് സബ്സെല്ലിലെ ഇലക്ട്രോണുകളുടെ എണ്ണം 1ഉം ഗ്രൂപ്പ് നമ്പറും അതുകൊണ്ട് 1 പറയുന്നത്. സോഡിയത്തിൻ്റെ ആകുമ്പോൾ സബ്സെൽ ഇലക്ട്രോൺ വിന്യാസം 1s2 2s2 2p6 3s1 ആണ്. അവസാന എസ് സബ്സെല്ലിലെ ഇലക്ട്രോണുകളുടെ എണ്ണം 1, ഗ്രൂപ്പ് നമ്പറും 1. അടുത്തതായിട്ട് മഗ്നീഷ്യം. സബ്സെൽ ഇലക്ട്രോൺ വിന്യാസം 1s2 2s2 2p6 3s2 ആണ്. അവസാന എസ് സബ്സെല്ലിലെ ഇലക്ട്രോണുകളുടെ എണ്ണം 2, അതുകൊണ്ട് ഗ്രൂപ്പ് നമ്പർ 2 ആണ്. കാൽസ്യം എടുത്താൽ 1s2 2s2 2p6 3s2 3p6 4s2 ആണ് പറയുന്നത്. അവസാന എസ് സബ്സെല്ലിലെ ഇലക്ട്രോണുകളുടെ എണ്ണം 2, അതുകൊണ്ട് ഗ്രൂപ്പ് നമ്പർ 2 പറയുന്നത്. ആൽക്കലി ലോഹങ്ങളും ആൽക്കലൈൻ എർത്ത് ലോഹങ്ങളും ഉൾപ്പെടുന്ന പീരിയോഡിക് ടേബിളിലെ ബ്ലോക്കാണ് എസ് ബ്ലോക്ക്. 1ആം ഗ്രൂപ്പ് മൂലകങ്ങൾ അറിയപ്പെടുന്നത് ആൽക്കലി ലോഹങ്ങൾ, ആൽക്കലി മെറ്റൽസ് എന്നാണ്. ആൽക്കലി മെറ്റൽസ്. 2ആം ഗ്രൂപ്പ് മൂലകങ്ങളെ അറിയപ്പെടുന്നത് ആൽക്കലൈൻ എർത്ത് ലോഹങ്ങൾ, ആൽക്കലൈൻ എർത്ത് മെറ്റൽസ് എന്നാണ്. എസ് ബ്ലോക്ക് മൂലകങ്ങളിലെ ഓക്സൈഡുകളും ഹൈഡ്രോക്സൈഡുകളും കാണിക്കുന്ന സ്വഭാവമാണ് ബേസിക സ്വഭാവം. എസ് ബ്ലോക്ക് മൂലകങ്ങൾ സാധാരണയായിട്ട് നിർമ്മിക്കുന്ന സംയുക്തങ്ങളാണ് അയോണിക സംയുക്തങ്ങൾ. എസ് ബ്ലോക്ക് മൂലകങ്ങൾ രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുമ്പോൾ ഇലക്ട്രോണുകളെ വിട്ടുകൊടുക്കുന്നു. 1ആം ഗ്രൂപ്പ് മൂലകങ്ങൾ രാസപ്രവർത്തനത്തിൽ വിട്ടുകൊടുക്കുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം 1 ആയിരിക്കും. 2ആം ഗ്രൂപ്പ് മൂലകങ്ങൾ വിട്ടുകൊടുക്കുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം 2 ആയിരിക്കും. 1ആം ഗ്രൂപ്പ് മൂലകങ്ങളുടെ സംയോജകത അല്ലെങ്കിൽ വാലൻസി 1. 2ആം ഗ്രൂപ്പ് മൂലകത്തിൻ്റെ സംയോജകത 2. ആൽക്കലി ലോഹങ്ങൾ രാസപ്രവർത്തനങ്ങളിൽ ഏർപ്പെടുമ്പോൾ ഓക്സീകരണ അവസ്ഥ +1. ആൽക്കലൈൻ എർത്ത് ലോഹങ്ങൾ രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുമ്പോഴുള്ള ഓക്സീകരണ അവസ്ഥ +2 ആയിരിക്കും. അടുത്തതായിട്ട് നമുക്ക് എസ് ബ്ലോക്ക് മൂലകത്തിൻ്റെ സവിശേഷതകൾ നോക്കാം. ലോഹ സ്വഭാവം കൂടുതൽ ഉണ്ട്. അയോണീകരണ സ്വഭാവം അല്ലെങ്കിൽ അയോണീകരണ ഊർജം കുറവായിരിക്കും. ഇലക്ട്രോ നെഗറ്റിവിറ്റി കുറവാണ്. രാസപ്രവർത്തനം നടക്കുമ്പോൾ ഇലക്ട്രോണുകളെ വിട്ടുകൊടുക്കുന്നു. സംയുക്തങ്ങൾക്ക് പൊതുവെ നിറമില്ല. നിശ്ചിത വാലൻസിയും ഓക്സീകരണ അവസ്ഥയിലും കാണിക്കുന്നു. നിശ്ചിത വാലൻസിയും ഓക്സീകരണ അവസ്ഥയും കാണിക്കുന്നു. അടുത്തതായിട്ട് നമുക്ക് പി ബ്ലോക്ക് മൂലകത്തിനെ കുറിച്ച് നോക്കാം. പി ബ്ലോക്കിൽ ഉൾപ്പെടുന്ന ഗ്രൂപ്പുകളാണ് 13 മുതൽ 18 വരെയുള്ള ഗ്രൂപ്പുകൾ. ഗ്രൂപ്പ് നമ്പർ 13 പറയുമ്പോൾ ബോറോൺ ഫാമിലിയാണ്. അടുത്ത 14 കാർബൺ വരുന്നു, 15 നൈട്രജൻ, 16 ഓക്സിജൻ, 17 ഫ്ലൂറിൻ, 18 നിയോണൊക്കെയാണ് ഇതിൽ ഉൾപ്പെടുന്നത്. ബോറോണിൻ്റെ ആകുമ്പോൾ ബാഹ്യതമ ഷെല്ലിലെ സബ്ഷെൽ ഘടന 2s2 2p1 ആണ്, അതായത് 5 ഇലക്ട്രോണാണ് ഉള്ളത്. കാർബണിൻ്റെ ആകുമ്പോൾ 2s2 2p2 6 ഇലക്ട്രോൺ ഉണ്ട്. നൈട്രജൻ്റെ 7 അപ്പോൾ 2s2 2p3. ഓക്സിജൻ 8 2s2 2p4. ഫ്ലൂറിൻ്റെ 9 2s2 2p5. നിയോണിൻ്റെ 10 2s2 2p6 ബാഹ്യതമ ഷെല്ലിലെ സബ്ഷെൽ ഘടനയായിട്ട് പറയുന്നത്. പി ബ്ലോക്ക് മൂലകങ്ങളിൽ അവസാന ഇലക്ട്രോൺ പൂരണം നടക്കുന്ന സബ്ഷെൽ പി സബ്ഷെൽ ആയിരിക്കും. പി ബ്ലോക്ക് മൂലകങ്ങളുടെ ബാഹ്യതമ പി ഇലക്ട്രോണുകളുടെ എണ്ണത്തോട് 12 കൂട്ടിക്കിട്ടുന്നതാണ് ഗ്രൂപ്പ് നമ്പർ. ഓരോ മൂലകവും അതിൻ്റെ പി ഇലക്ട്രോണിൻ്റെ എണ്ണം ഗ്രൂപ്പ് നമ്പർ കൂടി നോക്കാം.
ബോറോണിൻ്റെ 5 പി ഇലക്ട്രോണിൻ്റെ എണ്ണം 1. ഗ്രൂപ്പ് നമ്പർ 2+12 ആകുമ്പോൾ 13 വരുന്നത്. നൈട്രജൻ 7 അറ്റോമിക് നമ്പർ. പി ഇലക്ട്രോണിൻ്റെ എണ്ണം 3, അപ്പോൾ ഗ്രൂപ്പ് നമ്പർ 3+12 15 വരുന്നത്. നിയോണിൻ്റെ 10 അറ്റോമിക് നമ്പർ. പി ഇലക്ട്രോണിൻ്റെ എണ്ണം 6, ഗ്രൂപ്പ് നമ്പർ 12ൻ്റെ കൂടെ 6 കൂടെ കൂട്ടിയപ്പോൾ 18 പറയുന്നത്. അടുത്തതായിട്ട് നമുക്ക് പി ബ്ലോക്ക് മൂലകത്തിൻ്റെ സവിശേഷതകൾ നോക്കാം. പി ബ്ലോക്ക് മൂലകങ്ങളുടെ ബാഹ്യതമ ഷെൽ ആയിട്ടുള്ള പിയിൽ 1 മുതൽ 6 വരെ ഇലക്ട്രോണുകൾ അടങ്ങിയിരിക്കുന്നു. സാധാരണ താപനിലയിൽ പി ബ്ലോക്ക് മൂലകങ്ങളിൽ ഖരം, ദ്രാവകം, വാതകം എന്നീ അവസ്ഥകളിലുള്ള മൂലകങ്ങൾ ഉൾപ്പെടുന്നു. ലോഹങ്ങളും അലോഹങ്ങളും ഉപലോഹങ്ങളും ഈ ബ്ലോക്കിൽ കാണപ്പെടുന്നു. ക്രിയാശീലം കൂടിയ മൂലകങ്ങളെ ക്രിയാശീലം കുറഞ്ഞ മൂലകങ്ങളും അലസ മൂലകങ്ങളും ഈ ബ്ലോക്കിൽ ഉൾപ്പെടുന്നു. പോസിറ്റീവ് ഓക്സീകരണ അവസ്ഥയും നെഗറ്റീവ് ഓക്സീകരണ അവസ്ഥയും കാണിക്കുന്നുണ്ട് ഈ മൂലകങ്ങൾ. ഉദാഹരണം പറഞ്ഞാൽ അലൂമിനിയം 3+, Sn 2+, ക്ലോറിൻ -, ഫ്ലൂറിൻ ഒക്കെയാണ്. ഇലക്ട്രോ നെഗറ്റിവിറ്റി ഏറ്റവും കൂടിയ മൂലകം ഉൾപ്പെടുന്ന ബ്ലോക്കാണിത്. എസ് ബ്ലോക്ക് മൂലകത്തെ അപേക്ഷിച്ച് അയോണീകരണ ഊർജം കൂടുതലാണ്. ഇലക്ട്രോ നെഗറ്റിവിറ്റി കൂടുന്നു. ഇലക്ട്രോ നെഗറ്റിവിറ്റി ഏറ്റവും കൂടിയ മൂലകമാണ് ഫ്ലൂറിൻ. പി ബ്ലോക്കിൽ ഉൾപ്പെട്ട ലോഹങ്ങളാണ് അലൂമിനിയം, ഗാലിയം, ഇൻഡിയം, താലിയം, നിഹോണിയം, ടിൻ, ലെഡ്, ഫ്ലോറോവിയം, ബിസ്മത്ത്, മോസ്കോവിയം, ലിവർമേറിയം, ടെന്നിസൺ. പി ബ്ലോക്കിൽ ഉൾപ്പെട്ട അലോഹങ്ങളാണ് ബോറോൺ, കാർബൺ, നൈട്രജൻ, ഓക്സിജൻ, ഫ്ലൂറിൻ, ഫോസ്ഫറസ്, സൾഫർ, ക്ലോറിൻ, സെലീനിയം, ബ്രോമിൻ, അയഡിൻ ഒക്കെ. പി ബ്ലോക്കിൽ ഉൾപ്പെട്ട ഉപലോഹങ്ങളാണ് സിലിക്കൺ, ജെർമേനിയം, ആഴ്സനിക്, ആൻറ്റിമണി, ടെല്ലൂറിയം, പൊളോണിയം, അസ്റ്റാറ്റിൻ. ഇനി ഉത്കൃഷ്ട മൂലകങ്ങളാണ് ഹീലിയം, നിയോൺ, ആർഗൺ, ക്രിപ്റ്റൺ, സെനോൺ, റെഡോൺ, ഓഗനൈസൺ ഒക്കെ. അടുത്തതായിട്ട് നമുക്ക് ഡി ബ്ലോക്ക് മൂലകത്തിനെ കുറിച്ച് നോക്കാം. പീരിയോഡിക് ടേബിളിൽ ഡി ബ്ലോക്ക് മൂലകങ്ങൾ ഉൾപ്പെട്ടിരിക്കുന്ന ഗ്രൂപ്പുകളാണ് 3 മുതൽ 12 വരെ. ഡി ബ്ലോക്ക് ആരംഭിക്കുന്ന പിരീഡ് 4ാം പിരീഡാണ്. ബാഹ്യതമ എസ് സബ്സെല്ലിലെ ഇലക്ട്രോണുകളുടെ എണ്ണവും തൊട്ട് മുൻപുള്ള ഡി സബ്സെല്ലിലെ ഇലക്ട്രോണുകളുടെ എണ്ണവും കൂട്ടുന്നതിന് തുല്യമായിരിക്കും ഡി ബ്ലോക്ക് മൂലകങ്ങളുടെ ഗ്രൂപ്പ് നമ്പർ. ഡി ബ്ലോക്ക് മൂലകങ്ങളുടെ പ്രത്യേകത നോക്കാം. ഡി ബ്ലോക്ക് മൂലകങ്ങൾ അറിയപ്പെടുന്നത് സംക്രമണ മൂലകങ്ങൾ അല്ലെങ്കിൽ ട്രാൻസിഷൻ എലമെൻറ്റ്സ് എന്നാണ്. ഇലക്ട്രോൺ വിന്യാസത്തിൽ അവസാനത്തെ ഇലക്ട്രോൺ പൂരണം ഡി സബ്സെല്ലിൽ നടക്കുന്നവയാണ് ഡി ബ്ലോക്ക് മൂലകം എന്ന് വിളിക്കുന്നത്. ഡി ബ്ലോക്ക് മൂലകങ്ങളെല്ലാം ലോഹങ്ങളാണ്. അവസാന ഇലക്ട്രോൺ പൂരണം നടക്കുന്നത് ബാഹ്യതമ ഷെല്ലിലെ തൊട്ടുള്ളിലുള്ള ഷെല്ലിലെ, അതായത് പെനൾട്ടിമേറ്റ് ഷെല്ലിൽ ഉള്ള ഡി സബ്സെല്ലിൽ ആണ്. സംക്രമണ മൂലകങ്ങളുടെ ബാഹ്യതമ ഇലക്ട്രോൺ വിന്യാസം ഒരേ ഗ്രൂപ്പിലും പിരീഡിലും സാധാരണ ഒരുപോലെയാണ്. അതുകൊണ്ട് ഇവ ഗ്രൂപ്പിലും പിരീഡിലും ഗുണങ്ങളിൽ സാദൃശ്യം പ്രകടിപ്പിക്കുന്നു. സംയുക്തങ്ങൾ മിക്കതും നിറമുള്ളവയാണ്. അതേപോലെ തന്നെ വ്യത്യസ്ത ഓക്സീകരണ അവസ്ഥകൾ കാണിക്കുന്നു. 12ാം ഗ്രൂപ്പിൽ വരുന്ന സിങ്ക്, കാഡ്മിയം, മെർക്കുറി എന്നിവ സംക്രമണ മൂലകങ്ങളുടെ എല്ലാ പൊതുഗുണങ്ങളും കാണിക്കുന്നവ അല്ല. അതിനാൽ ഇവയെ അറിയപ്പെടുന്നത് കപട സംക്രമണ മൂലകം അല്ലെങ്കിൽ സ്യൂഡോ ട്രാൻസിഷൻ എലമെൻറ്റ്സ് എന്നാണ്. അടുത്തതായിട്ട് ഡി ബ്ലോക്ക് മൂലകത്തിൻ്റെ ഓക്സീകരണ അവസ്ഥയെക്കുറിച്ച് നോക്കാം. രാസബന്ധനത്തിൽ ഏർപ്പെടുന്ന ആറ്റങ്ങൾ വിട്ടുകൊടുക്കുകയോ സ്വീകരിക്കുകയോ പങ്കുവയ്ക്കുകയോ ചെയ്യുന്ന ഇലക്ട്രോണുകളുടെ എണ്ണമാണ് അവയുടെ സംയോജകത അല്ലെങ്കിൽ വാലൻസി എന്ന് പറയുന്നത്. ഡി ബ്ലോക്ക് മൂലകങ്ങൾ രാസപ്രവർത്തനത്തിൽ പങ്കെടുക്കുമ്പോൾ ബാഹ്യതമ ഷെല്ലിലെ ഇലക്ട്രോണുകളോടൊപ്പം ബാഹ്യതമ ഷെല്ലിന് തൊട്ട് മുൻപുള്ള ഷെല്ലിലെ ഡി ഇലക്ട്രോണുകളും പങ്കെടുക്കുന്നു. ഡി ബ്ലോക്ക് മൂലകങ്ങളിലെ ഇലക്ട്രോണുകൾ നഷ്ടപ്പെടുന്നത് ഇലക്ട്രോൺ പൂരണം നടക്കുന്ന ക്രമത്തിലല്ല.
ഡി ബ്ലോക്ക് മൂലകത്തിൽ ഇലക്ട്രോണുകൾ ആദ്യം നഷ്ടപ്പെടുന്നത് ബാഹ്യതമ ഷെല്ലിലെ എസ് സബ്ഷെല്ലിൽ നിന്നുമാണ്. അയൺ 26 അറ്റോമിക് നമ്പർ. അതിൻ്റെ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസമാണ് 1s2, 2s2, 2p6, 3s2, 3p6, 3d6, 4s2. അയണിൻ്റെ ഓക്സീകരണ അവസ്ഥയിൽ സംയുക്തമായിട്ട് FeCl2 ആകുമ്പോൾ Feയുടെ ഓക്സീകരണ അവസ്ഥ +2. അയണിൻ്റെ അയോണുകളുടെ പ്രതീകം Fe2+ ആണ് വരുന്നത്. FeCl3 ആകുമ്പോൾ അയണിൻ്റെ ഓക്സീകരണ അവസ്ഥ +3 ആണ്. അതുകൊണ്ട് അയണിൻ്റെ അയോണുകളുടെ പ്രതീകമായിട്ട് പറയുമ്പോൾ FeCl3യിൽ Fe3+ ആയിട്ടാണ് പറയുന്നത്. അപ്പോൾ Fe2+ ആയിട്ട് മാറുന്നത് 4s സബ്ഷെല്ലിലെ 2 ഇലക്ട്രോണുകൾ നഷ്ടപ്പെടുത്തിയിട്ടാണ്. Fe2+ൻ്റെ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം 1s2, 2s2, 2p6, 3s2, 3p6, 3d6 ആണ്. സംക്രമണ മൂലകങ്ങളുടെ ബാഹ്യ എസ് സബ്ഷെല്ലിൻ്റെയും തൊട്ട് ഉള്ളിലെ ഡി സബ്ഷെല്ലിൻ്റെയും ഊർജത്തിൽ നേരിയ വ്യത്യാസം മാത്രമേ ഉള്ളൂ. FeCl3യിൽ അയോണിന് 3 ഇലക്ട്രോണുകൾ നഷ്ടപ്പെട്ടിട്ട് Fe3+ അയോണായിട്ട് ഉണ്ടാകുന്നു. അയണിന് നഷ്ടപ്പെടുന്ന മൂന്നാമത്തെ ഇലക്ട്രോൺ ഉൾപ്പെടുന്ന സബ്ഷെല്ലാണ് 3D. Fe3+ൽ ഇലക്ട്രോൺ വിന്യാസം 1s2, 2s2, 2p6, 3s2, 3p6, 3d5 ആണ്. ഫെറസ് ക്ലോറൈഡിൻ്റെ രാസസൂത്രമാണ് FeCl2. ഫെറിക് ക്ലോറൈഡിൻ്റെ രാസസൂത്രം FeCl3. ക്ലോറിൻ്റെ ഓക്സീകരണ അവസ്ഥ -1 ആണ്. മാംഗനീസിൻ്റെ അറ്റോമിക നമ്പർ 25. മാംഗനീസിൻ്റെ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം 1s2, 2s2, 2p6, 3s2, 3p6, 3d5, 4s2. മാംഗനീസിൻ്റെ വിവിധ സംയുക്തങ്ങളാണ് MnCl2, MnO2, Mn2O3, Mn2O7. വിവിധ സംയുക്തങ്ങളിൽ മാംഗനീസിൻ്റെ ഓക്സീകരണ അവസ്ഥയും അയോണുകളുടെ ഇലക്ട്രോൺ വിന്യാസവും നോക്കാം. ആദ്യം തന്നെ MnCl2. മഗ്നീഷ്യത്തിൻ്റെ ഓക്സീകരണ അവസ്ഥ +2. മഗ്നീഷ്യം അയോണുകളുടെ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം MnCl2 ആകുമ്പോൾ 1s2, 2s2, 2p6, 3s2, 3p6, 3d5. MnO2 ആകുമ്പോൾ മഗ്നീഷ്യത്തിൻ്റെ ഓക്സീകരണ അവസ്ഥ +4. സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം 1s2, 2s2, 2p6, 3s2, 3p6, 3d3. Mn2O3യിൽ +3 ആണ് മഗ്നീഷ്യത്തിൻ്റെ ഓക്സീകരണ അവസ്ഥ. മഗ്നീഷ്യം അയോണുകളുടെ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസമാണ് 1s2, 2s2, 2p6, 3s2, 3p6, 3d4. Mn2O7 ആകുമ്പോൾ മഗ്നീഷ്യത്തിൻ്റെ ഓക്സീകരണ അവസ്ഥ +7 ആണ്. സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം 1s2, 2s2, 2p6, 3s2, 3p6 ആണ്. സംക്രമണ മൂലകങ്ങൾ വ്യത്യസ്ത ഓക്സീകരണ അവസ്ഥ കാണിക്കുന്നതിന് കാരണം S, P എന്നീ ബ്ലോക്കുകളിലെ മൂലകങ്ങളിൽ രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുമ്പോൾ ബാഹ്യതമ ഷെല്ലിലെ ഇലക്ട്രോണുകളാണ് പങ്കെടുക്കുന്നത്. അതേപോലെ തന്നെ സംക്രമണ മൂലകങ്ങളുടെ ബാഹ്യ ഷെല്ലിലെ S സബ്ഷെല്ലിൻ്റെയും തൊട്ടടുത്തുള്ള ആന്തരിക ഷെല്ലിലെ D സബ്ഷെല്ലിൻ്റെയും ഊർജങ്ങൾ തമ്മിലുള്ള വലിയ വ്യത്യാസം ഇല്ലാത്തതിനാൽ അനുയോജ്യമായ സാഹചര്യത്തിൽ D സബ്ഷെല്ലിലെ ഇലക്ട്രോണുകളെ കൂടി രാസപ്രവർത്തനത്തിൽ പങ്കെടുക്കും. അതുകൊണ്ടാണ് സംക്രമണ മൂലകങ്ങൾ വ്യത്യസ്ത ഓക്സീകരണ അവസ്ഥ കാണിക്കുന്നത്. നിറമുള്ള സംയുക്തങ്ങൾ. സംക്രമണ മൂലകങ്ങളുടെ സംയുക്തങ്ങൾ മിക്കവയും നിറമുള്ളതാണ്. അതിന് കാരണം സംക്രമണ മൂലകങ്ങളിലെ അയോണുകളുടെ സാന്നിധ്യമാണ്. സംക്രമണ മൂലകങ്ങളിലെ അയോണുകളുടെ സാന്നിധ്യമാണ് അതിൽ നിറങ്ങൾ കാണിക്കാൻ കാരണം. സംക്രമണ മൂലകങ്ങളും സംയുക്തങ്ങളും നിറം നൽകാനായിട്ട് ഉപയോഗിക്കുന്ന സന്ദർഭങ്ങളാണ് ഗ്ലാസിന് നിറം നൽകാൻ, ഓയിൽ പെയിൻറ്റിങ്ങിലൊക്കെ ഉപയോഗിക്കുന്നു. ഇനി ഓരോ സംക്രമണ സംയുക്തങ്ങളും അതിൻ്റെ നിറവും നോക്കാം. കോപ്പർ സൾഫേറ്റിന് നീല നിറം, കൊബാൾട്ട് നൈട്രേറ്റിന് ഇളം പിങ്ക് നിറമാണ്. പൊട്ടാസ്യം പെർമാഗ്നേറ്റിന് പർപ്പിൾ നിറം, ഫെറിക് സൾഫേറ്റിന് ഇളം പച്ച നിറം,
പൊട്ടാസ്യം ഡൈക്രോമേറ്റിന് ഓറഞ്ച് നിറവുമാണ് ഉള്ളത്. സംക്രമണ മൂലകങ്ങളുടെ ഉൽപ്രേരക സ്വഭാവം. സ്വയം സ്ഥിരമായിട്ടുള്ള രാസമാറ്റത്തിന് വിധേയമാകാതെ രാസപ്രവർത്തന വേഗതയെ സ്വാധീനിക്കാൻ കഴിയുന്ന പദാർത്ഥങ്ങളാണ് ഉൽപ്രേരകങ്ങൾ അല്ലെങ്കിൽ കാറ്റലിസ്റ്റ്. സംക്രമണ മൂലകങ്ങളും അവയുടെ സംയുക്തങ്ങളും ഉൽപ്രേരകങ്ങളായിട്ട് ധാരാളം ഉപയോഗിക്കുന്നതിന് കാരണം ഡി ബ്ലോക്ക് മൂലകങ്ങൾക്ക് ഓക്സികാരിയായിട്ടും നിരോക്സികാരിയായിട്ടും ഒരേ സമയം പ്രവർത്തിക്കാൻ കഴിയുന്നതിനാലാണ്. ഇനി സമ്പർക്ക പ്രക്രിയയിൽ ഉപയോഗിക്കുന്ന ഉൽപ്രേരകമാണ് വനേഡിയം പെൻറ്റോക്സൈഡ് V2O5. ഹേബർ പ്രക്രിയയിൽ ഉപയോഗിക്കുന്നത് സ്പോഞ്ചി അയൺ. സസ്യ എണ്ണയുടെ ഹൈഡ്രോജനേഷൻ വഴി വനസ്പതിയുടെ നിർമ്മാണത്തിനായിട്ട് ഉപയോഗിക്കുന്നത് നിക്കൽ ആണ്. അടുത്തതായിട്ട് എഫ് ബ്ലോക്ക് മൂലകത്തിനെ കൂടി നോക്കാം. ലന്താനത്തിനും ആക്ടീനിയത്തിനും ശേഷം വരുന്ന 14 മൂലകങ്ങളെ വീതം താഴെ 2 നിരയായിട്ട് ക്രമീകരിക്കുമ്പോഴാണ് എഫ് ബ്ലോക്ക് മൂലകങ്ങൾ വരുന്നത്. എഫ് ബ്ലോക്ക് മൂലകങ്ങളിൽ ഒന്നാമത്തെ നിരയിലുള്ളവയാണ് ലന്തനോയിഡുകൾ. എഫ് ബ്ലോക്ക് മൂലകങ്ങളിൽ രണ്ടാമത്തെ നിരയിൽ ക്രമീകരിച്ചിരിക്കുന്നവ ആക്റ്റിനോയിഡ്സ് ആണ്. എഫ് ബ്ലോക്ക് മൂലകങ്ങളിൽ ഇലക്ട്രോൺ പൂരണം നടക്കുന്നത് ബാഹ്യതമ ഷെല്ലിന് തൊട്ട് ഉള്ളിലുള്ള ഷെല്ലിൻ്റെയും ഉള്ളിലാണ്, അതായത് ആൻറ്റി പെനൾട്ടിമേറ്റ് ഷെല്ലിലാണ് നടക്കുന്നത്. എഫ് ബ്ലോക്ക് മൂലകങ്ങൾ ക്രമീകരിച്ചിരിക്കുന്ന പിരീഡുകളാണ് 6-7 പിരീഡുകളിലായിട്ട്. 6-ാം പിരീഡിൽ ലാന്തനോയിഡുകളും 7-ാം പിരീഡിൽ ആക്റ്റിനോയിഡ്സുമാണ് ഉള്ളത്. എഫ് ബ്ലോക്ക് മൂലകങ്ങളിൽ അവസാനത്തെ ഇലക്ട്രോൺ വന്നു ചേരുന്നത് എഫ് സബ്ഷെല്ലിലാണ്. എഫ് ബ്ലോക്ക് മൂലകത്തിൻ്റെ പ്രത്യേകതകൾ നോക്കാം. ഡി ബ്ലോക്ക് മൂലകങ്ങളെ പോലെ എഫ് ബ്ലോക്ക് മൂലകങ്ങളിൽ മിക്കവയും വ്യത്യസ്ത ഓക്സീകരണ അവസ്ഥകൾ പ്രകടിപ്പിക്കുന്നു. ആക്റ്റിനോയിഡുകൾ ഭൂരിഭാഗവും റേഡിയോ ആക്റ്റീവ മൂലകങ്ങളാണ്. ആക്റ്റിനോയിഡുകളിൽ പലതും കൃത്രിമ മൂലകങ്ങളാണ്. അതേപോലെ തന്നെ എഫ് ബ്ലോക്ക് മൂലകങ്ങളിൽ ന്യൂക്ലിയർ റിയാക്ടറുകളിൽ ഇന്ധനമായിട്ട് ഉപയോഗിക്കുന്നവയാണ് യുറേനിയം, തോറിയം, പ്ലൂട്ടോണിയം. പല മൂലകങ്ങളും ഉൽപ്രേരകങ്ങളായിട്ട് പെട്രോളിയം വ്യവസായത്തിൽ ഉപയോഗിക്കുന്നു. കേരളത്തിൻ്റെ ധാതു സമ്പത്ത്. കേരളത്തിൻ്റെ തീരപ്രദേശത്തെ മണൽ ശേഖരങ്ങളിൽ കണ്ടുവരുന്ന ധാതുക്കളാണ് മോണോസൈറ്റ്, ഇൽമനൈറ്റ്, സിർക്കോൺ, റൂട്ടൈൽ തുടങ്ങിയവ. ടൈറ്റാനിയം ഡയോക്സൈഡ് TiO2 ഉൽപ്പാദനത്തിലെ അസംസ്കൃത വസ്തുവാണ് ഇൽമനൈറ്റ്. തോറിയത്തിൻ്റെ ഉറവിടം മോണോസൈറ്റ്. ബ്രീഡർ ന്യൂക്ലിയർ റിയാക്ടറുകളിൽ ഉപയോഗിക്കുന്ന മൂലകമാണ് തോറിയം. ബ്രീഡർ ന്യൂക്ലിയർ റിയാക്ടറുകളിൽ ഉപയോഗിക്കുന്ന തോറിയത്തിൻ്റെ ഉറവിടം മോണോസൈറ്റ്. ശക്തിയേറിയതും ഭാരമില്ലാത്തതുമായിട്ടുള്ള കാന്തങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹം നിയോഡിമിയം ആണ്. നിയോഡിമിയം ലോഹം ഉൽപ്പാദിപ്പിക്കുവാനുള്ള അസംസ്കൃത വസ്തുവാണ് മോണോസൈറ്റ്. ഉരക്കല്ലുകൾ, അതായത് ഫ്ലിൻറ്റ് സ്റ്റോൺസ് നിർമ്മിക്കാൻ ആവശ്യമായിട്ടുള്ള സീറിയം ലോഹത്തിൻ്റെ ധാതുവാണ് മോണോസൈറ്റ് എന്നും പറയുന്നത്. സോ ഫ്രണ്ട്സ്, ഇതോടുകൂടി നമ്മൾ SPDF ബ്ലോക്കുകളും അതിനെക്കുറിച്ചും അതേപോലെ അതിൻ്റെ പ്രത്യേകതകളെക്കുറിച്ചുമാണ് ഈ വീഡിയോയിലൂടെ നോക്കിയത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളുമൊക്കെ കമൻ്റായിട്ട് രേഖപ്പെടുത്തി അറിയിക്കുവാനും ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ ഇതുപോലുള്ള PSC റിലേറ്റഡ് ടോപ്പിക് വൈസ് വീഡിയോസിനും മറ്റ് റാങ്ക് ഫയൽ എക്സ്പ്ലനേഷനുമൊക്കെ ആയിട്ടും എക്സാം റിലേറ്റഡ് വീഡിയോസിനുമൊക്കെയും ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത് വെക്കുക. കൂടുതൽ വീഡിയോസ് ഉടൻ വരുന്നതാണ്. ഏവർക്കും നന്ദി, നമസ്കാരം.